രാഹുൽ ഗാന്ധിക്ക് പകരമായി വളരെ പ്രതീക്ഷയോടെ വയനാട്ടിൽ നിന്നും വിജയിപ്പിച്ചു കൊണ്ടുവന്നതാണ് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ. റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വയനാട് നിന്നും പ്രിയങ്ക ഗാന്ധി ജയിച്ചു വന്നത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയുടെ കന്നിപ്രസംഗം പാർലമെന്റിൽ അരങ്ങേറിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി ഇതിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. എല്ലാവരും ഞെട്ടിത്തരിച്ചിരുന്ന പ്രസംഗമാണ് അവിടെ പ്രിയങ്ക ഗാന്ധി നടത്തിയത്. പക്ഷേ ഞെട്ടിത്തരിച്ചത് BJP അല്ല, മറിച്ച് കോൺഗ്രസ് ആണ് എന്നതാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു പിൻഗാമിയായി മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിൽ പ്രിയങ്ക ഗാന്ധി ഉയർന്നു വരുന്നു എന്നാണ് കോൺഗ്രസും BJPയും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJPയുടെ നേതാവായിട്ടുള്ള അമിത് മാളവ്യ അടക്കം പ്രിയങ്ക ഗാന്ധി വലിയ രീതിയിൽ മണ്ടത്തരം പറയുന്നതിൽ അഗ്രഗണ്യയായി വളർന്നു വരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി വിഷയത്തിലേക്ക് വരാം. സംഭവം ഹിമാചൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ഹിമാചലിലെ പ്രാദേശിക സർക്കാർ മുൻനിര വ്യവസായികളെ സഹായിക്കുകയാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. ഹിമാചലിലെ പ്രാദേശിക സർക്കാർ എങ്ങനെയാണ് മുൻനിര വ്യവസായികളെ സഹായിക്കുന്നത്? പാവപ്പെട്ട കർഷകരുടെ പോക്കറ്റിൽ ഇരിക്കേണ്ട പൈസ എടുത്ത് അത് വ്യവസായികൾക്ക് കൊടുത്താണ് അവിടെ ഹിമാചലിലെ സർക്കാർ വ്യവസായികളെ സഹായിക്കുന്നത്, കർഷകരെ തഴയുന്നത് എന്നാണ് പ്രിയങ്ക ഗാന്ധി ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ നടത്തിയ പ്രസംഗത്തിൽ ആരോപിച്ചത്. രാജ്യത്തെ കർഷകർ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി തന്റെ പ്രസംഗത്തിൽ കത്തിക്കയറി. അവർ ദൈവത്തിന്റെ കരുണയിലാണ് ജീവിക്കുന്നതെന്നും ഹിമാചലിൽ ഇന്ന് എന്ത് നിയമങ്ങൾ ഉണ്ടാക്കിയാലും അതെല്ലാം മുൻനിര വ്യവസായികൾക്ക് അനുകൂലമാണെന്നുമാണ് പ്രിയങ്ക ഗാന്ധി ഹിമാചൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിൽ രൂക്ഷമായ പ്രതികരണം നടത്തിയത്. തുടർന്ന് പ്രിയങ്ക ഗാന്ധി ചുറ്റും നോക്കിയപ്പോൾ കോൺഗ്രസുകാരും BJPക്കാരും ഒരുപോലെ ഇരുന്ന് ചിരിക്കുന്നതാണ് പ്രിയങ്ക ഗാന്ധിക്ക് കാണാനായി സാധിച്ചത്. BJPക്കാർക്ക് പിന്നെ ചിരി അടക്കാനായി സാധിച്ചില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹിമാചലിൽ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ ആണ് എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധിക്ക് സാമാന്യ വിവരം പോലും ഇല്ലേ എന്നാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ അടക്കം പറച്ചിൽ. അതായത് തുടക്കം തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് പിഴച്ചിരിക്കുന്നു. അക്കിടി മനസ്സിലായപ്പോൾ പ്രിയങ്ക ഗാന്ധി തന്റെ വിമർശനം കേന്ദ്രത്തിനെതിരെയാണ് എന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചെങ്കിലും ലോക്സഭയിൽ ചിരി അടക്കാൻ ഇരു കൂട്ടർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പോരാത്തതിന് അദാനിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രത്തിനെതിരെയാണ് ഈ വിമർശനം. കർഷകരുടെ ദില്ലി ചലോ മാർച്ച് നടക്കുകയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി ഉരുണ്ട് കളിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായി സാധിച്ചു. പിന്നീട് പ്രിയങ്ക ഗാന്ധി പഴയ ബോംബ് കഥയുമായി രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. റെയിൽവേ, റോഡ്, ഫാക്ടറി എന്നിവയെല്ലാം സർക്കാർ അദാനിക്ക് നൽകുന്നു. 142 കോടി ജനങ്ങൾ ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും ഏശിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, വയനാട് നിന്ന് 4,17,931 ഭൂരിപക്ഷത്തിൽ, അത്രയും വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോയത്. 5.3% വോട്ട് ഷെയർ പ്രിയങ്ക ഗാന്ധിക്ക് ഇത്തവണ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അവിടെ നിന്നപ്പോൾ 5.25% വോട്ട് ഷെയർ അവിടെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 3,62,422 വോട്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ ജയിച്ചത്. ഹിമാചലിലേക്ക് വരികയാണെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ സർക്കാരാണ്. സുഖ്വീന്ദർ സിംഗ് ആണ് അവിടെ ഭരിക്കുന്നത്. 68 സീറ്റുകളാണ് ഹിമാചലിലുള്ളത്. ഇത് 40 സീറ്റുകളും കോൺഗ്രസ് തന്നെയാണ് നേടിയത്. 28 സീറ്റുകൾ മാത്രമാണ് BJPക്കുള്ളത്. അവസാനമായി അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് 2022 12 നവംബറിലാണ്. ഇതിനു മുൻപും പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ കിടുകിട വിറപ്പിക്കാനായി INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇറക്കിയിരുന്നു. അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി 2 സീറ്റുകൾ കോൺഗ്രസിന് പിടിക്കാനായി. അത് വലിയ നേട്ടമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത് എന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഇത്തരത്തിൽ അവർക്ക് അക്കടി പറ്റുന്നത്. പാർലമെന്റിൽ ആദ്യമായിട്ടാണെങ്കിലും നേരത്തെ ധാരാളം പറ്റിയിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സഭയിലെ മണ്ടത്തരങ്ങൾക്ക് ഒരു വിരാമമാകും എന്ന് കരുതിയാണ് പ്രിയങ്ക ഗാന്ധിയെ അവിടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ തുടക്കത്തിൽ, അതായത് കാലെടുത്ത് വച്ചപ്പോൾ തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മണ്ടത്തരങ്ങൾ പറഞ്ഞിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. അതും കോൺഗ്രസ് തന്റെ സ്വന്തം പാർട്ടിക്കെതിരെ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ വിശ്വവിഖ്യാതമായ മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന്. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ഭഗവാൻ പരമശിവന്റെ കൈ ഉയർത്തിക്കാട്ടി, അഭയമുദ്ര ഉയർത്തിക്കാട്ടി ശിവന്റെ ചിഹ്നം കോൺഗ്രസിന്റേതാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചിരി ഉയർന്നു. പോരാത്തതിന് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി എന്ന് പറയുന്ന പദ്ധതിയെ മഹാത്മാഗാന്ധി ഒഴിവാക്കി, ആ പേര് ഒഴിവാക്കി വെറും നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു സാഹചര്യം രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. അപ്പോഴും വലിയ രീതിയിലുള്ള ചിരി പടർന്നു. പിന്നെ സ്പീക്കർ P. വേണുഗോപാലിനെ സ്പീക്കർ മാഡം എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ചിരി ഉണ്ടായിരുന്നു. മോദിയെ കെട്ടിപ്പിടിച്ച് 2018 രാഹുൽ ഗാന്ധിയുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള പ്രശസ്തമായ ആലിംഗനം വളരെ വലിയ ചർച്ചയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്മൃതി ഇറാനിക്ക് ഫ്ലൈയിങ് കിസ് കൊടുത്തതും രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ മറ്റൊരു കരവിരുതായിരുന്നു. അതേ തുടർന്ന് സ്ത്രീ വിരുദ്ധതയാണ് രാഹുൽ ഗാന്ധി കാണിക്കുന്നത് എന്ന വലിയ ആരോപണം ഉയർന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങൾക്ക് ഒരു വിരാമമായിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ആ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.